നമസ്കാരം. ഹീലേരി അച്ചുവിന്റെ ഒളിഞ്ഞുനോട്ടം അത് പഴയതുപോലെ ഇനി നടക്കില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്ക ഒരുപാട് കാലമായി ഇറാനെ നിരീക്ഷിക്കുന്നുണ്ട്. ഇറാനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത്, യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നുണ്ടോ, അണുവായുധം നിർമ്മിക്കുന്നുണ്ടോ, യമനിലേക്കും അതുപോലെ തന്നെ ലബനോനിലേക്കുമൊക്കെ ആയുധക്കടത്ത് നടക്കുന്നുണ്ടോ, അതുപോലെ അമേരിക്കയുടെ ഒരു പ്രത്യേക താല്പര്യം എന്ന് പറയുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന അമേരിക്കൻ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ കപ്പലുകൾ, അതിന്റെ സഞ്ചാരം, ഇതൊക്കെ അമേരിക്കയുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി അമേരിക്ക ഒരുപാട് കാലമായി ആ മേഖലയിൽ ഇവിടെ ശതകോടികൾ വിലയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോഴും അത് തുടരുകയാണ്. എന്തായാലും അമേരിക്ക ഒരു ഭാഗത്ത് ഇറാനെ നിരീക്ഷിക്കുമ്പോൾ ഇറാനും അമേരിക്കയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാന് അമേരിക്കയുടെ നീക്കങ്ങൾ പറഞ്ഞു കൊടുക്കാൻ റഷ്യയും ചൈനയും ഒരു ഭാഗത്തുണ്ട് എന്ന വാർത്തകൾ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ഇറാനുമായി ചേർന്ന് ഹോർമൂസ് കടലിടുക്കിൽ സൈനിക അഭ്യാസത്തിൽ ഏർപ്പെടാൻ ഈ രണ്ട് രാജ്യങ്ങളും വരുന്നു, അവരുടെ കപ്പലുകൾ വരുന്നു എന്ന വാർത്തകളും ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഇന്നും അത്തരത്തിലൊരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏതായാലും ഒരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാണ്. പഴയതുപോലെ ഹീലേരി അച്ചു ഇനിയും ഈ ഒളിച്ചുനോട്ടം അത് നടക്കില്ല. ഹീലേരി അച്ചുവിന്റെ ഒളിച്ചുനോട്ടം നടക്കില്ല. ഹീലേരി അച്ചു എന്ന് പറയുമ്പോൾ ട്രംപിന്റെ ഈ സമീപ സമയങ്ങളിലുള്ള ഭീഷണിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത്. കാരണം അദ്ദേഹം വെറുതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പൊ അടിക്കും, ഇതേ അടിച്ചു, ഇതേ ചർച്ചയ്ക്ക് വേണ്ടി ഒന്ന് പുറകോട്ട് പോകുന്നു. ഇങ്ങനെ ഒരു സ്ഥിരതയില്ല, ഒരു വ്യവസ്ഥയില്ലാതെ ഇങ്ങനെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ നിരീക്ഷണ പറക്കൽ അതിന് നടക്കില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇറാനുമായി നിലനിൽക്കുന്നത്. അത് ഇസ്രായേലിന് വേണ്ടിയാണ് എന്ന കാര്യം വ്യക്തമാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ഒട്ടും ഒരു ഭീഷണിയല്ല. ഇറാനെ ആക്രമിക്കേണ്ട ഒരു ആവശ്യമൊന്നും അമേരിക്കക്കില്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമല്ല, അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ട്രംപ് ഇറങ്ങി പുറപ്പെട്ടത്. ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട്, ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുന്നു. അമേരിക്ക നദാൻസിലും അതുപോലെ തന്നെ ഇസ്ഫഹാനിലും ഒക്കെ ആക്രമണം നടത്തി. ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ അമേരിക്കയുടെ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായി. എന്നാൽ കാര്യമായ ഒരു പ്രശ്നം ഞങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയും അക്കാര്യം പിന്നീട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കയുടെ നിരീക്ഷണ പറക്കൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ ഒളിഞ്ഞുനോട്ടം അതിനെ തടഞ്ഞുകൊണ്ട് ഇറാൻ ഒരു ചുവടുകൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ സംരക്ഷണ കവചം അമേരിക്കയുടെ കാഴ്ച മറയ്ക്കുന്നതിന് വേണ്ടി ഈ ഇസ്ഫഹാനിലും അതുപോലെ തന്നെ നദാൻസിലും ഒക്കെ ഇറാൻ ഒരുക്കിയിരിക്കുന്നു. അതായത് ഒരിക്കലും ഇതിന്റെ ചിത്രങ്ങൾ പകർത്താനോ ഈ സ്ഥലങ്ങളെ, ഈ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച് അത് നശിപ്പിക്കാനോ അമേരിക്കക്ക് കഴിയില്ല. അതിനാവശ്യമായിട്ടുള്ള ഒരു കവചം ഇറാൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമാക്രമണത്തിന്റെ കാര്യത്തിൽ ഇറാൻ കുറച്ച് പുറകിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വ്യോമശേഷി കുറച്ച് കുറവായിരിക്കാം. മിസൈലുകൾ വെച്ച് നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിസൈൽ ശേഷി അവർക്കുണ്ട്. അതേസമയം ഇവിടെ വിമാനങ്ങളില്ല, ഫൈറ്റർ ജെറ്റുകളില്ല. അതിൻ്റെതായിട്ടുള്ള കുറവുകളൊക്കെ മിസൈൽ വെച്ചാണ് ഇറാൻ പരിഹരിക്കുന്നത്. എന്തായാലും അത്യാധുനികമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ചൈനയിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ റഷ്യയിൽ നിന്നുമൊക്കെ ഇറാൻ സംഘടിപ്പിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി കൂടുതൽ ഡ്രോണുകളെയൊക്കെ വിന്യസിച്ച് അമേരിക്കൻ പടക്കപ്പലുകളെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം അമേരിക്കക്ക് ഇറാനിൽ കൃത്യമായി ലക്ഷ്യം നേടാൻ കഴിയാത്ത വിധം അമേരിക്കയുടെ കാഴ്ച മറക്കുന്ന കാര്യത്തിൽ ഇറാൻ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു. എന്തായാലും ഹീലേരി അച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഇതാ ഇപ്പോൾ അടിക്കും എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഇവിടെ ഹീലേരി അച്ചു അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇറാൻ കാര്യം കൊണ്ട് നോക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അത് സുരക്ഷിതമാണ്, അത് സേഫ് ആണ്. അതേസമയം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുടെ മൂട്ടിൽ പോലും ഇറാന്റെ മിസൈലുകളുണ്ട്. അതുപോലെ തന്നെ ആ യുദ്ധക്കപ്പലുകളെ കൃത്യമായി നിരീക്ഷിക്കാൻ ഷഹദ് ഡ്രോണുകൾ വെച്ച് ഇറാന് കഴിയുന്നുണ്ട് എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.